ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു സെറീന ഹാരിസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ കുറേ ആയില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഇന്നെന്തായാലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന്. ഒന്നുമില്ല, ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട്, റമദാനൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്ത ദിവസമാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് സിമ്പിളാക്കാമെന്ന് വിചാരിച്ചു. ചില സമയങ്ങളിൽ നമുക്കിങ്ങനെ മടി ഉണ്ടാവും. അതേപോലെ ഇങ്ങനെ എടുത്ത പണി തന്നെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്കൊരു ബോറടിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ സിമ്പിളാക്കിയിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയാലല്ലേ നമ്മൾ ആ ദിവസം നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും അല്ലേ. പിന്നെ ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കുമ്പം കുറച്ച് ഹെൽത്തി ആണല്ലോ. മോളിതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വന്നിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കുറേ ദിവസമായി പുറത്തുനിന്ന് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നു, ഡോറിൻ്റെ ബാക്കിൽ നിന്ന്. അപ്പം ഇങ്ങനെ എന്താണെന്ന് നോക്കാൻ വേണ്ടി ഞാനിപ്പോൾ പോയപ്പോൾ ഒരു അമ്മ പൂച്ചയും 3 കുഞ്ഞു പൂച്ചയും കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള പൂച്ചകൾ കേട്ടോ. ഞാനതിനെ അധികം ഡിസ്റ്റർബ് ചെയ്യാൻ പോയിട്ടില്ല, പേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഡോറൊക്കെ അടച്ച് പിന്നെ ഉള്ളിലേക്ക് വന്നു. മോക്കാന്നെങ്കിലില്ലേ ഇങ്ങനെ പൂച്ചനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ മോളോട് പറഞ്ഞിട്ടാ, പൂച്ച ചെറിയ കുഞ്ഞളാണ് കേട്ടോ. അപ്പോൾ പേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും പറയാതെ വേഗം ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് വന്നു തന്നു. ഇന്നൊരു കുഞ്ഞു ഷോപ്പിംഗ് ഉണ്ടെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ. അപ്പം നോമ്പിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്നതിൻ്റെ മുമ്പിൽ ഞാൻ വിചാരിച്ച് വീടൊക്കെ ഒന്ന് ചെറിയ തോതിൽ ക്ലീൻ ചെയ്ത് വെക്കാമെന്ന്. അപ്പോൾ നിങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ, അതേപോലെ വീട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ഇടണേ. പിന്നെ ഇതാണ് കേട്ടോ ഇവിടുത്തെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത്. ഞാൻ എത്ര അടുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞാലേ ഈ പില്ലോ ഒക്കെ ഇങ്ങനെ വാരി വരച്ച് ഇട്ടിട്ടുണ്ടാവും. ഞാനില്ലേ ഇങ്ങനെ പണിയൊക്കെ എടുക്കുന്ന സമയത്തില്ലേ ഖുർആനോത്തോ അതേപോലെ മ്യൂസിക്കോ എന്തെങ്കിലും പ്ലേ ചെയ്യും കേട്ടോ. പിന്നെ അങ്ങനെ കേട്ടുകൊണ്ട് നമുക്ക് പണിയെടുക്കുന്ന സമയത്തില്ലേ നമുക്കിങ്ങനെ മടുപ്പ് തോന്നൂല. അതേപോലെ നമുക്കൊരു നല്ല ഫ്രഷ്നെസ്സും തോന്നും നമ്മളെ മൈൻഡിനൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കിയേ, നമുക്കില്ലേ നമ്മുടെ പണി തീരുന്നത് അറിയൂല കേട്ടോ. അപ്പോൾ ഉച്ചത്തേക്ക് ഫുഡും കൂടെ റെഡിയാക്കാനുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഐസ്ക കുറച്ച് മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഫുള്ളൊന്നും എടുക്കൂല, കുറച്ച് എടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ മാറ്റി വെക്കും കേട്ടോ. വേഗം കഴുകിയെടുക്കണം, പിന്നെ കറി വെക്കണം, കുറച്ച് പൊരിക്കാനും ഉണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നാളത്തെ കറിയും കൂടെ ആയി കേട്ടോ. ഫുള്ള് റെസിപ്പീസും കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നില്ല. ജസ്റ്റ് എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഞാൻ കാണിക്കാം. പിന്നെ തേങ്ങ അരച്ചിട്ട് ഞാൻ വേഗം കറി വെക്കുന്നുണ്ട് കേട്ടോ. തലയും പാലും അതേപോലെ ചകിളയില്ലേ അതൊക്കെയാണ് കേട്ടോ കറി വെക്കുന്നത്. തേങ്ങ അരച്ച് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ഇനി അധികവും ഇല്ലേ തേങ്ങ അരച്ചിട്ട് തന്നെയാണ് കേട്ടോ കറി വെക്കൽ. പിന്നെ ഇല്ലേ ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് പകുതി ആകുമ്പോഴേക്ക് എനിക്ക് ജലദോഷവും പനിയൊക്കെ വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇതെപ്പാന്ന് നോമ്പിൻ്റെ മുമ്പിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ കുറച്ച് മീൻ ഞാൻ ഫ്രീസറിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാലേ എടുക്കൂല കേട്ടോ, വേഗമൊന്നും എടുക്കൂല. അങ്ങനെ മാറി മാറി ഈ കറി വെക്കലാന്ന്. ഒരിക്കൽ മീനാണെങ്കിൽ പിന്നെ പിറ്റേന്ന് എന്തെങ്കിലും വെജിറ്റബിൾസ് ഇങ്ങനെ എന്തെങ്കിലും വെക്കലാന്ന്. അപ്പം സൗണ്ടൊക്കെ നല്ലോണം പോയിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം ഇതൊക്കെ ഫ്രീസറിലേക്ക് മാറ്റി വെക്കാം.
പിന്നെ ഇതാ 3 കഷ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പൊരിക്കാൻ വേണ്ടി. ഇവിടെ 3 ആളല്ലേ ഉള്ളൂ, ഇതൊക്കെ ധാരാളമാണ്. അതുകൊണ്ട് പിന്നെ 3 എണ്ണം മാത്രം എടുത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ വർക്ക് ഏരിയയിലില്ലേ നല്ല വെളിച്ചത്തിൻ്റെ കുറവുണ്ട്. കാരണം പിന്നെ ഇങ്ങനെ ചുറ്റുപാടും വീട് വന്നുകൊണ്ട് ഇങ്ങനെ ലൈറ്റൊന്നും കിട്ടുന്നത് നല്ല കുറവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോക്കും നല്ല ക്ലാരിറ്റി വേണമെങ്കിൽ ലൈറ്റ് വേണമല്ലോ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ലൈറ്റ് കത്തിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ എൻ്റെ പണിയൊക്കെ തീർക്കൽ. മുമ്പെന്ന് പറഞ്ഞാലില്ലേ എൻ്റെ വീട്ടിൻ്റെ ഇങ്ങനെ അടുത്തൊന്നും അങ്ങനെ വീടുകളില്ല, കുറച്ച് മാറി മാറിയിട്ടാണ് വീട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറേ വീട് ഇങ്ങനെ അടുത്തടുത്ത് വന്നിട്ടുണ്ട്. കോയൊക്കെ ഞാൻ കഴുകിയിട്ട് വറവാക്കാൻ വേണ്ടി മുറിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ആയി കേട്ടോ അത് വാങ്ങിയിട്ട്. ഞാനിങ്ങനെ ഒന്നിച്ചാന്ന് കേട്ടോ പച്ചക്കറിയൊക്കെ വാങ്ങൽ. ഇവിടെ അടുത്തൊന്നും അങ്ങനെ നല്ല ഫ്രഷ് പച്ചക്കറിയൊന്നും കിട്ടലില്ല. അപ്പം നമ്മൾ ഇങ്ങനെ മാർക്കറ്റിൽ പോയിട്ട് ഒന്നിച്ച് ഇങ്ങനെ വാങ്ങി വെക്കലാണ്. പിന്നെ ചില സമയം ഞാനിങ്ങനെ കട്ട് ചെയ്തൊക്കെ വെക്കും ഫ്രിഡ്ജിൽ. അതാകുമ്പോൾ നമുക്ക് നല്ല സമയം ലാഭിക്കാമല്ലോ. അപ്പം ഇപ്പം തന്നെ കുറേ സമയം വൈകി കേട്ടോ. അപ്പോൾ ആൽസ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വേഗം നോക്ക്, പിന്നെ വൈകുന്തോറും അവിടെ തിരക്ക് കൂടുന്നു. പിന്നെ നോമ്പുമല്ലേ, അപ്പം അതിൻ്റേതായ തിരക്കും ഉണ്ടാവും. പിന്നെ അവിടെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് നമ്മൾ മന്ത്ലി ഷോപ്പിംഗ് ചെയ്യൽ അവിടെ നിന്നാണ്. പിന്നെ ഇത് വരുന്നതില്ലേ പയ്യന്നൂരുള്ള ഗ്രാൻഡ് മാളാണ്. പിന്നെ ഫുഡൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല. പിന്നെ ഭക്ഷണമൊക്കെ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ വേഗം ഇറങ്ങാമെന്നുണ്ടായത്. പിന്നെ ഭക്ഷണമൊക്കെ പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതില്ലേ, നമുക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് നമുക്ക് ആദ്യം ഒരു ധാരണ ഉണ്ടാവും. കാരണമില്ലേ നല്ല നല്ല ഓഫറൊക്കെ കാണുമ്പോൾ നമ്മൾ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ എടുക്കും അല്ലേ. അപ്പോൾ ചിലപ്പോൾ നമ്മളെ ബഡ്ജറ്റിൽ അധികമായിരിക്കും നമ്മളെ പർച്ചേസ് ഉണ്ടാവുക. നമ്മൾ എന്തെങ്കിലും ഷോപ്പിങ്ങൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മളൊരു ലിസ്റ്റ് ആക്കിയിട്ട് പോയി കഴിഞ്ഞാലല്ലേ നമ്മളെ ബഡ്ജറ്റിൽ എല്ലാം ഇൻക്ലൂഡ് ആവും. ഗ്രാൻഡ് സൂപ്പർ മാർക്കറ്റിലില്ലേ എപ്പോഴും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം നോമ്പായതുകൊണ്ട് പ്രത്യേകിച്ചും നല്ല നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതുണ്ടാവും മഞ്ചിനൊക്കെ നല്ല ഓഫറുണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു പേക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിനി. പിന്നെ സോസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ അതൊക്കെ നമുക്ക് എന്തായാലും ആവശ്യമുള്ള സാധനമാണല്ലോ. പിന്നെ ഇങ്ങനെയുള്ള മസാലപ്പൊടി ഉണ്ടോ, അതിനും നല്ല നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ നോക്കി നോക്കി എടുക്കാം. പക്ഷെ നല്ല തിരക്കും ഉണ്ട് കേട്ടോ. കൗണ്ടറിലെല്ലാം നല്ല തിരക്കാന്ന് ഉണ്ടായിന്. അതുകൊണ്ട് ഒരുപാട് വീഡിയോസൊന്നും ഞാൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിട്ടില്ല. വേഗം വേഗം നമ്മളിങ്ങനെ സാധനം എടുക്കുന്നുണ്ടായി. നോമ്പിലേക്കുള്ള ആവശ്യ സാധനം മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഇതേപോലത്തെ കസ്റ്റേർഡ്, അതേപോലെ പിന്നെ പുഡിങ്ങിൻ്റെ പൗഡർ, ചോക്ലേറ്റ് പൗഡർ അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിന്. പിന്നെ പ്രത്യേകിച്ചും ഈ ചൂട് കാലമായതുകൊണ്ട് ജ്യൂസും ഷേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എന്തായാലും അത് വേണമല്ലോ. അതുകൊണ്ട് അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വേഗം നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് അങ്ങനെ വരികയെന്നുണ്ടായത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. ഈ വ്ളോഗും ഈ ചാനലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.